So yes, James Gunn is back with another big bang called Superman. Yes. അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഈ പടം കണ്ട് ഇറങ്ങുന്നത് വരെ ഹെൻറി കാവിൽ കക്ഷിനെ മിസ് ചെയ്തതേയില്ല. ആകെ കൂടി ഒരു സംശയമുള്ളതായിരുന്നു പുതിയ സൂപ്പർമാൻ ഡേവിഡ് കോൺസ്മിത്ത് എങ്ങനെയായിരിക്കും ആ ഒരു ബ്ലൂ സ്യൂട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഹെൻറി കാവിലിനെ എന്താ സർപ്രൈസ് ചെയ്ത് പോകുമോ, അല്ലെങ്കിൽ ആളുടെ ട്രോളന്മാർ വന്ന് ഇതൊക്കെ ചെയ്യുമെന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതിശയും, ഐ മീൻ പടം തുടങ്ങുന്ന ഒരു അവസാനം വരെയും പിന്നെ കുറച്ച് ഒളിവൊക്കെ വന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ ഹെൻറി കാവലിനെ കുറിച്ച് ഓർത്തതേ ഇല്ല. ലൈക്ക് വെൽ ഇമേഴ്സ് ഇൻ ദ സിനിമ ഗൈസ് ആൻഡ് വേ ഫോർ എക്സിക്യൂട്ടഡ്. പക്ഷേ ജെയിംസ് ഗണ്ണിൻ്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് എന്താ പറയുക, ആക്ച്വലി പഴയ പടങ്ങളൊക്കെ നോക്കുമ്പോൾ എസ്പെഷ്യലി എന്താ പറയുക ഗാലക്സി, ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി അങ്ങനത്തെ പല പടങ്ങൾ കാണുമ്പോൾ ഈ സിനിമയിൽ കോമഡി എലമെൻറ്റ് വളരെ കുറവാണ്, എന്നാൽ ഭയങ്കര സീരിയസ് അല്ലാതാണ്. ഏറെക്കുറെ സിനിമ സംസാരിക്കുന്നത് നമ്മുടെ ലെക്സ് ലൂതറും പിന്നെ സൂപ്പർമാനും തമ്മിലുള്ള ഈഗോ കോൺഫ്ലിക്റ്റ്, ആ ഒരു പ്രശ്ന പരിഹാരം വാങ്ങാത്തില്ല, അതിനെക്കുറിച്ചിട്ടാണ് സിനിമ കൂടുതൽ മുന്നം വെക്കുന്നത്. പിന്നെ ട്രെയിലർ കണ്ട് കാണുമായിരിക്കുമല്ലോ, ടോട്ടൽ ഡിഫറെൻറ്റ് അപ്രോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, വേറെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നടക്കുന്ന വേറൊരു സൂപ്പർമാൻ, ടോട്ടലി വേറെ പഴയ സൂപ്പർമാനുമായിട്ട് കഥകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ സൂപ്പർമാൻ്റെ ആ പഴയ കഥ മറ്റേ ഷിപ്പിൽ കയറി അവിടെ നിന്ന് ക്രിപ്റ്റോണിന് കയറ്റി വിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് പുതിയ അച്ഛനമ്മമാർ വന്ന് പിടിക്കുന്നതും സ്കൂളിൽ വെച്ച് ഇങ്ങനെ പവേഴ്സ് വരുന്ന ആ വക ബുൾഷിറ്റ് പരിപാടിയൊന്നും ഇതിലൊന്നും ഇല്ല. അതൊക്കെ മൊത്തം ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് പടം നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് എന്താ പറയുക, സൗണ്ട് എലമെൻറ്റ് വാസ് ഓൾസോ പെർഫെക്റ്റ്ലി ബ്ലെൻഡഡ്. ആൻഡ് ഇഷ്ടപ്പെട്ട സീൻ ആ ഫൈനൽ ക്ലൈമാക്സ് സീനുണ്ട്, ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഒരു സീൻ, അൾട്രാമാനും മറ്റേ കക്ഷിയും ആ കക്ഷിയുമായിട്ട്, അത് സൂപ്പർ. ഓ മൈ ഗോഡ്. അൾട്രാമാൻ്റെ മാസ്ക് റിവീൽ ചെയ്യുന്ന ഒരു സീനും കൂടി ഉണ്ട്. ആൻഡ് ദാറ്റ് വാസ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. എനിക്കറിയില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ആൻഡ് ദാറ്റ് ക്രിപ്റ്റോൺ ഡോഗ്, യെസ്, അത് എങ്ങനെ വരുന്നു സിനിമയിൽ, ഐ മീൻ എങ്ങനെ സൂപ്പർമാൻ്റെ കീഴിലേക്ക് വരുന്നതും പോകുന്നതും ക്ലൈമാക്സ് സീൻ വരെ കാത്തിരിക്കേണ്ടി വരും. ലൈക്ക് വൈ സീ സോ ഇമ്പോർട്ടൻറ്റ്, എങ്ങനെയാണ് സൂപ്പർമാൻ അങ്ങനത്തെ ഒരു പട്ടി കിട്ടുന്നതെന്ന് കുറിച്ചിട്ടുള്ളതും ക്ലൈമാക്സ് സീനിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നുക്സ് ആൻഡ് കോൺസ്, ടോട്ടലി മൈൻഡ് ബ്ലോയിങ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി സൗണ്ട് വളരെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ആൻഡ് സിമ്പിൾ സ്റ്റോറി, പക്ഷെ എന്നാലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, എവിടേക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നമ്മുടെ ബാറ്റ്മാനൊക്കെ തല പൊന്തിക്കും, അറ്റ്ലീസ്റ്റ് എന്താ പറയുക, ഒരു ഗസ്റ്റ് റോൾ പോലെ വന്നിട്ട് കാണിച്ച് പോകുന്നുള്ളത്. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് സീനിലൊക്കെ അങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് വരും എന്നൊക്കെ പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആളുടെ പേര് തന്നെ ഇവിടെ പരാമർശിക്കുന്നില്ല, എവിടെയില്ല. പക്ഷേ മറ്റേ സൂയിസൈഡ് സ്ക്വാഡിൽ നമ്മുടെ ജോൺസീനില്ല, ആ കക്ഷി വരുന്നുണ്ട്, ചെറിയൊരു 5 സെക്കൻഡ് റോളിൽ വരുന്നുണ്ട്. അത് ലാശം ഒരു കോമഡി എലമെൻറ്റിലാണ് കാണിക്കുന്നത്, ഒരു ഇൻ്റർവ്യൂവായിട്ട് കാണിക്കുന്നത്. ഓവറോൾ ടോട്ടലി സാറ്റിസ്ഫൈഡ് വാച്ചിങ് ദിസ് മൂവി. ആൻഡ് ഐ തിങ്ക് ഹെൻറി കാവലിനെ സർപ്പാസ് ചെയ്ത് പോയേക്കാവുന്ന ഒരു നടൻ തന്നെയാണ് ഡേവിഡ് കോൺസ്മിത്ത്. ഐ തിങ്ക് ഇത് ഗോണ ഷൂട്ട് വെൽ ഇൻ ദിസ് ബ്ലൂ റെഡ് ഡ്രസ്. അടിപൊളി ഗൈസ്. ആൻഡ് സൂപ്പർമാനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ സിനിമയിൽ ലക്സ് ലൂത്തർ, ആ ഒരു ക്യാരക്ടർ. ഓ മൈ ഗോഡ്, ആളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, അൾട്രാമാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്ന രീതിയും ആളുടെ ടെക്നോളജിയും പിന്നെ ആക്ച്വലി ആളുടെ ആ ഒരു ബ്രെയിൻ വർക്ക് ഉണ്ടല്ലോ, അത് ആൾ ചെയ്യുന്ന ഹോം വർക്ക്, അത് എത്രത്തോളം ഊന്നിൽ കൊടുക്കുന്നത് ഈ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നത്. എസ്പെഷ്യലി ആ ക്ലൈമാക്സ് സീൻ അൾട്രാമാനെ കൺട്രോൾ ചെയ്യുന്നതും ഫൈറ്റ് സീക്വൻസിൽ S11, A11, A5, A3 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിക്കുന്നതും സൂപ്പർ. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഞാൻ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് റീസൺ ഫോർ ദാറ്റ്. കാരണം ഇംഗ്ലീഷ് സിനിമകൾ, ഹോളിവുഡ്, എസ്പെഷ്യലി ഹോളിവുഡ് എൻ്റെ നാട്ടിൽ പ്ലേ ചെയ്യുമ്പോൾ അധികം പേരൊന്നും കാണാറില്ല. ഇറ്റ്സ് നോട്ട് എന്തോ, ബട്ട് തിയേറ്ററിൽ പോയി കാണുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ചില ആൽബം മ്യൂസിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ശതാം ചെയ്തിട്ട് കണ്ടുപിടിക്കുകയായിരുന്നു. ലൈക്ക് ടോട്ടലി നൈസ്. ആൻഡ് എൻഡ് ഓഫ് ദി ക്രെഡിറ്റ് സീൻസിൽ ചെറിയൊരു സീൻ കാണിക്കുന്നുണ്ട്. ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ ക്ലിഫ് ഹാങ്ങർ ഓർ സംതിങ്. ആളൊരു മുകളിൽ ക്രിപ്റ്റോ പട്ടിയായിട്ട് ഇങ്ങനെ ഇരുന്ന് എർത്തിനെ ഇങ്ങനെ കണ്ടാലോചിക്കുന്ന ഒരു സീൻ. സോ ടോട്ടലി നൈസ് ഗൈസ്. നിങ്ങൾ ഇറ്റ്സ് വർത്ത് വാച്ചിങ്. എന്താ പറയുക, മോശമാവില്ലോ എന്നുള്ള പേടിയിൽ കൊണ്ടൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് വാച്ചിങ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കാണാം. ആൻഡ് ഇതിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഇൻഫർമേഷൻ പാസ്സായില്ല. വാട്ട്സ് ഗോൺ ഹാപ്പൺ നെക്സ്റ്റ്, നത്തിങ്. എന്ത് പറഞ്ഞുകൊണ്ട് അടുത്ത പടത്തെ റിവ്യൂമായിട്ട് വരാം. ആൻഡ് ആസ് യൂഷ്വൽ, സ്റ്റേ ട്യൂൺ ഫോർ മോർ. I'll be back with another one.